ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് സാൻഡ്വിച്ചാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ടയ്ക്കകത്തോട്ട് നമ്മൾ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ഇച്ചിരി കുരുമുളക് പൊടി, ഇത്രയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. നമുക്കിനി ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പാൻ ചൂടായതിന് ശേഷം നമുക്കിതിനകത്തോട്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് സാൻഡ്വിച്ച് സോസ് ചേർക്കണം. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒന്നാണ്. ഇതിന് നമുക്കിതിലേക്ക് തേച്ച് കൊടുത്തിട്ട് മുട്ടയിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പം മറ്റേ വശം ആയിട്ടുണ്ട്. നമുക്കതുകൊണ്ട് ഇതിനകത്തിലെ 4 വശവും ഉള്ളിലേക്ക് നേരെ മടക്കി വെക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസ് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മളിതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ട് അതിന് ശേഷം നമുക്ക് വേറൊരു ബ്രെഡ് എടുക്കാം. എന്നിട്ട് അതിനകത്തോട്ട് നമുക്കൊരു ഇച്ചിരി മയോണൈസ് തേച്ച് കൊടുക്കാം. മയോണൈസ് വീട്ടിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. ഇനി ഈ ബ്രെഡ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നേരെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ സാൻഡ്വിച്ച് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ.